കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. എനിക്കതിന് പ്രത്യേകിച്ചൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതെൻ്റെ ആമി ബ്രോക്കർ ടെർമിനലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ആമി ബ്രോക്കർ ടെർമിനൽ ആക്ച്വലി ഒരു കുറച്ച് നമ്പർ ഓഫ് സ്റ്റോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു അണ്ടർ 20 സ്റ്റോക്സ് ഉണ്ട്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോക്സ് ആണ്. ഈ സ്റ്റോക്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എല്ലാം നല്ലോണം വോളിയം ഉള്ള, നോർമലി ഒരുപാട് ട്രേഡിംഗ് നടക്കുന്ന സ്റ്റോക്സ് ആണ്. അതിൻ്റെ ഫ്യൂച്ചേഴ്സാണ് നിങ്ങളീ കാണുന്നത്. NFO എന്നുള്ളത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എന്നുള്ള നിഫ്റ്റി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്നുള്ളതിൻ്റെ കോഡാണ് ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൈലിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ട് തരത്തിലാണ് ഞാൻ നോർമലി ട്രേഡ് ചെയ്യുക. സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാറുണ്ട്, അതല്ലാതെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ്, ഓൾമോസ്റ്റ് 180 സംതിങ് ഫ്യൂച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്സിലാണ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലാണ് ഞാൻ ട്രേഡ് ചെയ്യുക. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോക്സിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബൈ ദ വേ, ഒച്ചയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ചെറുതായിട്ട് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ്, ക്ഷമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഈ ഒരു നമ്പർ ഓഫ് സ്റ്റോക്സ് ഇത് ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല, ഇത്രയും നമ്പർ ഓഫ് സ്റ്റോക്സ് വേണമെന്നില്ല. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ അത് ഫ്യൂച്ചേഴ്സ് ആയിരിക്കണമെന്നില്ല. ജസ്റ്റ് നമ്പർ ഓഫ് സ്റ്റോക്സ്, അത്രയും ചെറിയ നമ്പർ ഓഫ് സ്റ്റോക്സ് തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ സമയത്തും നിങ്ങളോട് പറയുന്നതാണ്, ആസ് എ ബിഗിനർ ഒരുപാട് സ്റ്റോക്സ് വെച്ച് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറയുന്നത് ഒരു 1 to 5 days സ്വിംഗ് കൈൻഡ് ഓഫ് ട്രേഡ്സിനാണ്. അതേസമയത്ത് നോർമൽ ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ഞാൻ സ്റ്റോക്സിൽ ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഒരു നമ്പർ ഓഫ് സ്റ്റോക്സ് വെച്ചിട്ടല്ല ചെയ്യുക. അവിടെ കുറച്ച് സ്കാനിങ് ഒക്കെ അത്യാവശ്യം യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സ്വിംഗ് ട്രേഡിംഗ് നോർമലി ആ ഒരു തരത്തിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഒരു 12 months നമുക്ക് എല്ലാ മന്തിലും എല്ലാ വീക്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായെന്ന് വരില്ല. ചില സമയത്ത് മാർക്കറ്റ് നല്ല ഓപ്പർച്യൂണിറ്റി തരുന്ന സമയം ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ മോശം സമയം ഉണ്ടാവും. ഇപ്പോൾ അത്ര നല്ലൊരു സമയമല്ല ഈ പോകുന്നത്, ഓക്കെ കൈൻഡ് ഓഫ് ടൈമാണ്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകൾ വളരെ വളരെ നല്ലൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൽ ഒരുപാട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നോർമലി ആസ് എ ബ്രെഡ് ആൻഡ് ബട്ടർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഈ നോർമൽ സ്വിംഗ് ട്രേഡ്സ് തന്നെയാണ്. 1 to 5 days, അല്ലെങ്കിൽ 0 to 5 days കൈൻഡ് ഓഫ് ട്രേഡ്സ് തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതെൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആമി ബ്രോക്കർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആമി ബ്രോക്കർ ഓൾമോസ്റ്റ് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള സംഭവമാണ്. AFL വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അൺലിമിറ്റഡ്, ഐ മീൻ ബിയോണ്ട് യുവർ ഇമാജിനേഷൻ കൈൻഡ് ഓഫ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ഞാൻ ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ച് ജസ്റ്റ് പ്യുവർ പ്രൈസ് ചാർട്ട് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ട്രേഡിംഗ് വ്യൂ ഇല്ല, അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കണ്ടാവും. ശരിയാണ്, ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈവൻ ട്രേഡിംഗ് വ്യൂ പ്രീമിയം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ച് എപ്പോഴും ആ ഒരു പ്യുവർ ബേസിക് സംഭവങ്ങൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ആമി ബ്രോക്കർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇത് ആമി ബ്രോക്കർ കോസ്റ്റ്ലിയാണ്. അതിൻ്റെ കൂടെ ഇയർലി ഡാറ്റ ഫീഡ് ആക്ച്വലി എക്സ്ട്രീംലി കോസ്റ്റ്ലിയാണ്. അത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന GFDL ഗ്ലോബൽ ഡാറ്റ ഫീഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു ഫീഡിന് തന്നെ നല്ല എമൗണ്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ട്രേഡ്സും അല്ലെങ്കിൽ എടുക്കാൻ പറ്റാതെ പോയ ട്രേഡ്സും അതിനെക്കുറിച്ചുള്ളൊരു സിമ്പിൾ എക്സ്പ്ലനേഷനാണ്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാരുതിയിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. മാരുതിയിലെടുത്ത ട്രേഡ് നമുക്ക് സെക്കൻഡ് 15 minute ക്യാൻഡിലാണ് എടുത്തത്. ബട്ട് ആ 15 minute ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഓഫ് ദ പ്രൈസ് ആക്ഷൻ സ്റ്റൈൽ. ഞാൻ ഒരു 2 minutes ബാക്കി ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു ലെവലിൽ, അതായത് 12,270-72 ലെവലിൽ ഞാൻ ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. ബിക്കോസ് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഓരോ സ്റ്റോക്കിനും ഓരോ തരത്തിലായിരിക്കും. അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സ്റ്റോക്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ അടുത്തതിൽ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയും. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു മാരുതിയുടെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇത് കംപ്ലീറ്റ്ലി ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് താഴോട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എൻട്രിയുടെ ഒക്കെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോവർ ഹൈ എന്നുള്ള രീതിയിൽ വന്ന് മുകളിലേക്ക് പോകുമ്പോഴൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, താഴേക്ക് വരുമ്പോൾ ഒരുപാട് ലോവർ ഹൈ ലോവർ ലോസ് ഉണ്ടാക്കി താഴേക്ക് പോയൊരു സാധനം മുകളിലേക്ക് പോകുമ്പം ഈ റെസിസ്റ്റൻസിനൊക്കെ ഒന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അതിനുശേഷം എത്ര വേണമെങ്കിലും മുകളിലേക്ക് പോകുമായിരിക്കും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഈ റെസിസ്റ്റൻസിനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവൻ നമ്മൾ ബുള്ളിഷ് ആണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ള് ബുക്ക് ചെയ്യുക. അത് നമ്മളുടെ ഒരു ഓരോ ട്രേഡിന് നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്തു വരുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് നമ്പർ ഓഫ് സ്റ്റോക്സ്. ഇപ്പോൾ ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ആണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ഇൻ ദ സെൻസ്, നമ്മൾ നോർമലി പൊസിഷണൽ ട്രേഡ് ചെയ്യാൻ സ്റ്റോക്സിൽ ചെയ്യുന്ന, ഇക്വിറ്റിയിൽ ചെയ്യുന്ന ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് ആണെങ്കിൽ അതിൽ നമ്മളൊരു ട്രേഡ് ഇടുന്നു, അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് ആ സ്റ്റോക്സിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല.
അതേസമയത്ത് ഇവിടെ നമ്മളൊരു വെരി ഫ്യൂ നമ്പർ ഓഫ് സ്റ്റോക്സ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്റ്റോക്കുമായിട്ട് വളരെ നല്ലൊരു പേഴ്സണൽ റിലേഷൻ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും ഓരോ സ്റ്റോക്ക് എങ്ങനെയാണ് നോർമലി ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യുക, പിക്ക് ചെയ്യുക. ആ ടൈം ഫ്രെയിമിൽ നിന്ന് മാറാതെ ഡെയിലി ഒരുപാട് നാളത്തേക്ക് നിങ്ങൾ ട്രേഡിങ് ചെയ്ത് നോക്കുക. അത് പറയുമ്പോഴാണ് ഓർത്തത് ഈ സ്റ്റൈൽ ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നൊരു വലിയൊരു ഇഷ്യൂ ഉണ്ട് ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചാണ്. ഇമ്മീഡിയറ്റ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തിരുന്നു, ഇവിടെ റെസിസ്റ്റൻസിൽ അത് ബുക്ക് ചെയ്തതിന് ശേഷം ഇൻഫാക്റ്റ് ഇപ്പോൾ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ക്യാൻഡിൽ കാണുന്നുണ്ടല്ലോ, ഇവിടെ അഗെയിൻ നമ്മളുടെ ഒരു എൻഗൾഫിംഗ് കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് വന്നത്. ഇവിടെ ഞാൻ വീണ്ടും ഒരു ട്രേഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് എൻട്രി നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ക്യാൻഡിൽ വന്നപ്പോൾ അഗെയിൻ ഒരു അനദർ എൻഗൾഫിംഗ് കൈൻഡ് ഓഫ് ക്യാൻഡിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് എല്ലാ സമയത്തും അങ്ങനെയാണ്, നമ്മൾ മാർക്കറ്റിനോട് ആർഗ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ ഗോയിങ് ടു ഗോ ലോങ്, ഇഫ് യു ഫീൽ ലൈക്ക് യു ആർ ട്രാപ്ഡ്, എക്സിറ്റ്. അത്ര മാത്രമേ ഉള്ളൂ, അധികം ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ട്രേഡ് എടുത്തത് സൺ ഫാർമയിലാണ്. സൺ ഫാർമ ട്രേഡ് ഇറ്റ്സ് എ വെരി ക്ലാസിക് ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് കൈൻഡ് ഓഫ് ട്രേഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നേരത്തെ, ഞാൻ 1-2 ബേസിക് ഐഡിയാസ് മാത്രം യൂസ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു ഇത് 5 മിനിറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മാർക്കറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി മുകളിലേക്ക് പോകുമായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു തേർഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഞാൻ ബൈ ചെയ്തത്. ഇൻഫാക്റ്റ് ഈ ഒരു ബൈ എന്ന് പറയുന്നത് നമ്മളുടെ നോർമലി എൻഗൾഫിംഗ് കൈൻഡ് ഓഫ് ബൈ അല്ല, ഇത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ. അതായത് നമ്മുടെ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഫ്ലോയുടെ കൂടെ പോകാമെന്നുള്ളൊരു കൈൻഡ് ഓഫ് ട്രേഡ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് കാര്യമായിട്ട് വർക്കായില്ല. അതിന് മുകളിൽ പോയി ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് അലേർട്ടായിരുന്നു. ആക്ച്വലി ഞാൻ എക്സിറ്റ് ചെയ്തത് വളരെ ചെറിയൊരു പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്തത്. അത് ഈ ഒരു ക്യാൻഡിലാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ക്യാൻഡിൽ ഞാൻ എക്സിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. മാർക്കറ്റ് താഴേക്ക് വന്നു, ഓൾമോസ്റ്റ് എൻ്റെ ബൈയിങ് പ്രൈസിൻ്റെ ആ ലെവലിൽ എത്തിയതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ അപ്പ് എന്നുള്ളത്. ബട്ട് അഗെയിൻ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ക്യാൻഡിലിൽ അത് റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഗോട്ട് ട്രാപ്ഡ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോണ്ട് ആർഗ്യൂ വിത്ത് മാർക്കറ്റ്, എക്സിറ്റ്. മേ ബി നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ നമുക്ക് വീണ്ടും എൻട്രി ചെയ്യാമല്ലോ. അപ്പോൾ അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ക്യാൻഡിൽ, ഈ ലാസ്റ്റ് ക്യാൻഡിൽ ഒരു നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻഫാക്റ്റ് നമ്മൾ സ്വിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഇത് ഞാൻ എടുത്തിട്ടില്ല. ബട്ട് അഗെയിൻ ടുമോറോ മാർക്കറ്റ് ഓപ്പൺ അനുസരിച്ച് ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നോക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നെക്സ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നത് HUL ആണ്. HUL നമ്മളുടെ നോർമൽ കൈൻഡ് ഓഫ് ട്രേഡ് തന്നെയാണ്. ബട്ട് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നോർമലി ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ട്രേഡ് എടുക്കുന്നതിൻ്റെ കൂടെ എവിടെ എക്സിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ നോക്കുക, എനിക്ക് എവിടെ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും, എൻ്റെ പൊസിഷൻ എങ്ങനെ വലുതാക്കാൻ പറ്റും തന്നെ ഞാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ആൻഡ് തേർഡ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. റൈറ്റ്, ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്ന വീഡിയോ. ഈ ഒരു ഏരിയ ജസ്റ്റ് സെക്കൻഡ്, ഇതൊരു 2 ഇൻസൈഡ് ബാർസ് ആണ്. നോർമലി ഇൻസൈഡ് ബാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻസൈഡ് ബാർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൊമെൻറ്റം പൊതുവേ അറ്റ്ലീസ്റ്റ് ഒരു നല്ല മൊമെൻറ്റാണ് ഉണ്ടാവുക. പക്ഷെ എന്ന് വെച്ച് നമ്മളൊരു ഇൻസൈഡ് ബാർ എൻ്റെ അത്ര ഫേവറേറ്റ് ഒരു പാറ്റേൺ ഒന്നും അല്ല. ഞാൻ നോർമലി ഇൻസൈഡ് ബാറിൽ അങ്ങനെ ഒരു ട്രേഡ് ചെയ്യാറില്ല. ബട്ട് ഞാൻ ചെയ്തെന്താ, ഇവിടെ ഇൻസൈഡ് ബാറിൽ ഒരു ട്രേഡ് എടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ സിമ്പിൾ ITP കൈൻഡ് ഓഫ് സെറ്റപ്പാണ്. ഈ ITP കൈൻഡ് ഓഫ് സെറ്റപ്പിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഹാപ്പി ആവുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ ഇവിടെ എത്ര ലോട്ട് എടുത്തോ എക്സാക്ട്ലി ആ നമ്പർ ഓഫ് ലോട്ട് ഞാൻ ഈ ഒരു ലെവലിൽ ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് എൻ്റെ പൊസിഷൻ ഞാൻ ഡബിൾ ചെയ്തു. എല്ലാ സമയത്തും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം വിന്നിങ് പൊസിഷനിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം, ഒരു യൂട്യൂബേഴ്സ് നിങ്ങളോട് ഇതൊന്നും പറയില്ല. കാരണം ആൾക്കാരെ സംബന്ധിച്ച് പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടും അതുപോലെയുള്ള കാര്യങ്ങളിലാണ് എല്ലാവരുടെയും ഫോക്കസ്. ഈവൻ ബിക്കോസ് വ്യൂവേഴ്സ് പോലും ആഗ്രഹിക്കുന്നത് അതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ കണ്ടിട്ടും ഈ ഇന്ത്യയിലുള്ള ഇത്രയും ട്രേഡേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടും നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാതിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ബിക്കോസ് യു ആർ തിങ്കിങ് ദ റോങ് വേ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 90% ആൾക്കാർ ചെയ്യുന്ന കാര്യം ഒന്നുകിൽ അതെന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ബാക്കി 10% ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. വളരെ ഈസിയാണ്. കാരണം നമുക്കറിയാം നമ്മൾ ഓൾറെഡി 90%-ലാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് നോക്കി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിന്. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് കാര്യം, ഇവിടുന്ന് ഞാൻ എൻ്റർ ചെയ്തു. പക്ഷേ ഇവിടെ ഒബ്വിയസ് ആയിരുന്നു, ഇവിടെ വേറൊരു നെക്സ്റ്റ് ഒരു അഡീഷന് വേണ്ടിയിട്ടുള്ള ചാൻസ് ഇല്ല. ബിക്കോസ് ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി കാണാം. ഇന്നലെ വലിയൊരു സെൽ ഓഫ് വന്ന ഏരിയ ആണ്. ആ ഏരിയയിൽ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ എനിക്ക് ചെറിയൊരു റിഗ്രറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലെവലിൽ എനിക്കൊരു എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രി പക്ഷേ ഞാൻ എടുത്തില്ല. മേ ബി ഐ വാസ് നെയ്വ്. എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇതൊരു ലോങ്
ട്രേഡാണ്, വളരെ ലോങ് ട്രേഡിലൊരു പ്രോഫിറ്റ് കിട്ടി, അത് കളയണ്ട. ബട്ട് എഗെയിൻ അതൊരു നല്ല വേ ഓഫ് തിങ്കിങ് അല്ല. കാര്യം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇനി എന്ത് സംഭവിക്കും, മാർക്കറ്റിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയും എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് അതെടുക്കണ്ട, ഇതെടുക്കണം, ട്രേഡ് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ട്രേഡിൽ ചാടി കയറുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടൈം ഇതുപോലൊരു ട്രേഡ് വന്നാൽ ഇതെന്തുകൊണ്ടാണ് ഞാൻ മിസ്റ്റേക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഇതുപോലത്തെ മിസ്റ്റേക്ക് കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു ജേണൽ കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, റൈറ്റ്? ഇത് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഈ ഒരു ജേണലിൽ ഈ ഒരു മിസ്റ്റേക്ക് ഞാനിവിടെ എഴുതി വെക്കും. അപ്പോൾ എഴുതി വെച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല, പിന്നെ അതിൽ കൂടെ പിന്നെയും ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള മിസ്റ്റേക്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് എപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ഫ്രീ ആയിരിക്കും അല്ല, എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ എഴുതി വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ നമ്മളത് പിന്നെ ചെയ്താൽ പോലും നമുക്ക് ആ ഒരു മെമ്മറിയിൽ നമുക്ക് ഉണ്ടാവും, ഇങ്ങനെ ഒരു സംഭവം ഞാനവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ റൈറ്റിങ്ങിന് വലിയൊരു പവറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. നെക്സ്റ്റ് ട്രേഡാണ് ഡിവീസ് ലാബ്. ഡിവീസ് ലാബിൽ ഞാൻ ആക്ച്വലി എൻ്റർ ചെയ്ത ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടുന്ന് എൻ്റർ ചെയ്തു, അതിനുശേഷം ഞാൻ ഇതുവരെ എക്സിറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് സ്റ്റിൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഇവൺ ലെവലിലാണുള്ളത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെവലിൻ്റെ താഴെയാണ്. ഇത് കുറച്ച് ബിഗ് സ്റ്റോപ്പ് ലോസ് ആണ്, ബട്ട് ഇറ്റ് സ്റ്റിൽ ഓക്കെ. അതിനനുസരിച്ചുള്ള പൊസിഷനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ടുമോറോ ഇത് മുകളിലേക്ക് പോകുമോ, അല്ലെങ്കിൽ റീട്രേസ് ആവുമോ, ഗ്യാപ്പ് ഡൗൺ ആവുമോ, നമുക്കിതൊന്നും അറിയില്ല, റൈറ്റ്? സോ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് മാത്രമേ ഉള്ളൂ. സോ നാളെ ഈ ട്രേഡ് മാനേജ് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നൊരു ട്രേഡാണ് ഏഷ്യൻ പെയിൻസിൻ്റെ ട്രേഡ്. അത് സ്റ്റിൽ ക്യാരിയിങ് ആണ്. കാരണം അത് ഇന്നലെ എടുത്ത ട്രേഡാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ITPയിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇവിടെ നിങ്ങൾക്കൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. അതിനുശേഷം മാർക്കറ്റ് ഒരു സൂപ്പർ മൂവാണ്. ബട്ട് നമ്മൾ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. കാരണം നാളെ ഗ്യാപ്പ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ബ്ലെയിം ചെയ്യും, നിങ്ങൾക്ക് ഇന്നലെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ വേ ദാറ്റ് എ ട്രേഡർ സപ്പോസ് ടു ട്രേഡ്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി സേഫ് ആണ് എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ഇതിൽ പാർഷ്യലും ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം ഇത് ജസ്റ്റ് ഒരു 15 പോയിൻറ്റ്സ് ട്രേഡാണ്. ഓൾമോസ്റ്റ് 9400 പോയിൻറ്റ്സിൻ്റെ അടുത്ത് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞു. ലെറ്റ് us see ടുമോറോ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ട്രേഡ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചേഴ്സിൽ തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. സെയിം നമ്പർ ഓഫ് സ്റ്റോക്സ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, എൻ്റെ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ്. ആ സ്റ്റോക്ക് എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. ബട്ട് ഇതുപോലെയുള്ള സ്റ്റോക്സിൽ അതിൻ്റെ ഈ ഫ്യൂച്ചേഴ്സിൻ്റെ സ്റ്റോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഈ സമയത്ത് അതേ പാറ്റേൺ ഉണ്ടായിരുന്നു എന്ന് നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഡെയിലി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അധികം ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകാതെ ഇതുപോലെയുള്ള ടൈം ഫ്രെയിമിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതുപോലെയുള്ള ടൈം ഫ്രെയിംസിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.